ഇത് പയനാടത്ത് വർഗീസിന്റെ പറമ്പാണ്. ഈ പറമ്പിൽ നിന്ന് നാട്ടുകാരിപ്പോൾ പറയണു കുറേ ദിവസങ്ങളായിട്ട് മണ്ണെടുക്കണമെന്ന്. മണ്ണെടുത്ത് എളഞ്ചേരി പാടം നികത്താനാണ് കൊണ്ടുപോയിക്കണമെന്നാണ് ഇവര് പറയണത്. 20 ദിവസം മുന്നാണ് എളഞ്ചേരിയിലൊരു ലോക്കൽ നേതാവ് എന്നെ വിളിച്ചിട്ട് എവിടെ മണ്ണടിക്കേണ്ടത്, ഞങ്ങൾ തടയാണ്, വാർത്തയാണ് അടിക്കണേന്ന് തടഞ്ഞോളാൻ പറഞ്ഞു. അവരങ്ങ് തടഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഞാൻ അടിക്കില്ല എന്നുള്ള രീതിയിലാണ് പിന്നീട് അറിഞ്ഞത്. അതിനുശേഷം ഇതിപ്പോൾ ഇവർ പറയുന്നത് രാത്രി 12 മണിക്ക് ശേഷം 1 മണിക്ക് ശേഷമൊക്കെയാണ് ഈ മണ്ണെടുത്ത് ഇങ്ങനെ കൊണ്ടുപോയത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവിടെ പാടം, ഇപ്പം ഈ മുളങ്കുഴി ഡേവിസ് എന്ന് പറഞ്ഞ ആളുടെ പാടം ഫില്ല് ചെയ്തിരിക്കുകയാണ്, നിറച്ചിരിക്കുക ഈ മണ്ണെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട്. ഞങ്ങള് ഇങ്ങനെ മണ്ണെടുക്കണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. മണ്ണ് ആ വഴിക്കൊന്നും പോകണില്ല. മണ്ണ് ഇതിലെ താഴേക്ക് പോണ കാരണം എന്തോരം മണ്ണ് എടുക്കണ്ടെന്നും ഞങ്ങൾ ഇച്ചിരി പൊക്കത്ത് കാരണം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഞങ്ങളൊന്നും കാണാറില്ല. ഇന്നാണ് ഇപ്പൊ ഇതിന്റെ താഴ്ചയും കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങി അവിടെ വരെ 9 വീടുകൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അത്രയധികം ആൾക്കാർ ഞങ്ങൾ മുകളിൽ താമസിക്കണവരാ. ഇത്ര ആൾക്കാർ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് മുകളിൽ നിന്ന് തുടങ്ങി ഒന്നിച്ചിങ്ങോട്ട് ഇറങ്ങി പോരൂലേ? ഞങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കും? ഇത്രയധികം മണ്ണെടുത്തണ്ടെന്നുള്ളത് ഇന്നാണ് ഞങ്ങൾക്ക് ഇതിന് മനസ്സിലായത് തന്നെ. രാത്രി 3:30 വരും. 3:30 വന്ന് 5 മണിക്കും വണ്ടി കൊണ്ടുപോകും. അങ്ങനെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ആരും ചോദിക്കാനും പറയാനും ഇല്ല. 5 മണിയാകുമ്പോഴേക്കും മണ്ണ് എടുക്കൽ നിർത്തി പോകും. മണ്ണ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ സാങ്ഷൻ അങ്ങനെ എന്തെങ്കിലും സംഭവം? ഒരു സാങ്ഷനും ഇല്ല, ഒന്നുമില്ല. ഇത് മുൻപ് ഇതുപോലെ തന്നെ ഇവരെ തടഞ്ഞിട്ടുള്ളതാണ്? അതെ, ഒരു സാങ്ഷനും ഇല്ല ഇതിന്. ഇത് അതുകൊണ്ടാണല്ലോ രാത്രി ആരും അറിയാണ്ട് കാര്യങ്ങൾ ചെയ്യണത്. ഇതിന് സാങ്ഷൻ ഒന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്തായിരുന്നാലും ഈ പഴമക്കാർ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ പറയുന്നത് അതിന് വലിയ അർത്ഥമുണ്ട്. ഞാനിത് പറയുന്നത് കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് നാലുകെട്ടിൽ ക്ഷേത്രത്തിന് സമീപം നടക്കുന്ന ഒരു പ്രവർത്തനം കണ്ടിട്ടാണ്. എന്താണ് സംഭവം നിങ്ങളിപ്പോൾ കേട്ടില്ലേ? വളരെ സാധാരണക്കാരായ വീട്ടമ്മമാരാണ്. അവരുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കൂ. എന്താണ് സംഭവം? വളരെ താഴ്ന്ന പ്രദേശത്ത് നിന്നും മണ്ണെടുത്ത് കൊണ്ടുപോയി തണ്ണീർത്തടം നികത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി. ആരുടെയാണ് ഈ താഴ്ന്ന പ്രദേശം? പൈനാടത്ത് വർഗീസ് എന്ന് പറയുന്ന ആളുടേതാണ് ഈ താഴ്ന്ന പ്രദേശം. എവിടേക്കാണ് കൊണ്ടുപോയി ഈ മണ്ണടിക്കുന്നത്, ഈ തണ്ണീർത്തടം നികത്തുന്നത്? അത് മുള്ളംകുഴി ഡേവിസ് എന്ന് പറയുന്ന ഒരാളുടേതാണ് ആ സ്ഥലം. ആരാണ് ഡേവിസ്? നിയുക്ത ബ്ലോക്ക് പ്രസിഡന്റ് ആവാൻ പോകുന്ന, ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ് അടുത്തതായിട്ട് ആവാൻ പോകുന്ന ജിനി ഡേവിസിന്റെ ഭർത്താവാണ് ഈ ഡേവിസ്. അതാണ് ഞാൻ പറഞ്ഞത്, വേലി തന്നെ വിളവ് തിന്നുക. ഒരു തദ്ദേശഭരണ സംവിധാനത്തിന്റെ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരാൻ പോകുന്ന ആളുകൾക്ക് പൊതുസമൂഹത്തോടൊരു കടപ്പാടില്ലേ? പക്വമായ സമീപനങ്ങളില്ലേ? ആ പാവപ്പെട്ട വീട്ടമ്മമാരുടെ കണ്ണിലേക്ക് നോക്കൂ. നമ്മൾ പുലർക്കാലത്ത് ഉറങ്ങുമ്പോൾ ഈ പാവപ്പെട്ട വയോധികരായിട്ടുള്ള വീട്ടമ്മമാർ ടോർച്ചും പിടിച്ച് നിൽക്കുകയാണ്. മണ്ണ് മാന്തി യന്ത്രങ്ങൾ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടിത്തറയെങ്ങാനും വാരാൻ പോകുന്നുണ്ടോ? മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മണ്ണെടുത്ത് മഴക്കാലമാവുമ്പോൾ ഈ വീടെങ്ങാനും ഇടിഞ്ഞു വീണാലോ? ഇതിനൊരു മറുഭാഗം പറയുന്നത് ഞങ്ങളവർക്ക് അടിഭാഗത്ത് കരിങ്കല്ല് കൊണ്ട് കെട്ടിക്കൊടുക്കാമെന്നാണ്. അത്യന്തം ദുരന്ത സൂചകമായ ഒരു പ്രവൃത്തിയിലേക്കാണ് നാലുകെട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ കാണുന്നത്? ജനപ്രതിനിധിയായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷയാവാൻ പോകുന്ന ജിനി ഡേവിസിന്റെ ഭർത്താവിന്റെ പേരുള്ള പറമ്പിലേക്ക് മണ്ണടിക്കുന്നു. പൈനാടത്ത് വർഗീസ് എന്ന് പറയുന്ന ആളുടെ സ്ഥലത്ത് നിന്നും. അതിന് മുകളിൽ ഭയവിഹലരായി കഴിയുന്ന 10ഓളം കുടുംബങ്ങൾ. കഷ്ടമേ കഷ്ടം. ഇതാണോ പക്വമായ ഇടപെടൽ? ഇതിനെ കൃത്യമായി ജിയോളജി വകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്തും മറ്റ് തദ്ദേശഭരണ സംവിധാനങ്ങളും ഇടപെടണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ സമീപവാസികൾക്കൊക്കെ തന്നെ ഇതുപോലെ ഭയവിഹലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പുലർകാലങ്ങളിൽ വന്ന് രാത്രി 11 മണി മുതൽ 4 മണി വരെ വന്ന് ഈ JCB ഉപയോഗിച്ച് ഈ സാധനങ്ങൾ ഉപയോഗിച്ച് മണ്ണെടുത്ത് കൊണ്ടുപോയി അതിന് മുകളിൽ കഴിയുന്ന ആളുകളൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇത് പക്വമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇരുന്ന് പ്രവർത്തിക്കേണ്ടവർ ചെയ്യുന്ന ഇടപെടലല്ല. അവരുടെ രാഷ്ട്രീയ പാർട്ടി സംവിധാനങ്ങൾ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടണം. തുടർന്ന് കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾക്ക് ഇവർ പരാതി അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, അതിലൂടെ പോകുന്ന റോഡ് പൊതുമരാമത്ത് റോഡിനോട് ചേർന്ന് താഴ്ന്ന പ്രദേശത്ത് നിന്നാണ് ഈ മണ്ണെടുക്കുന്നത്. അതിന്റെ മുകളിലുള്ള വീടുകൾ ഇടിയാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. എവിടെയാണ് റവന്യൂ വകുപ്പ്? എവിടെയാണ് പഞ്ചായത്ത് സംവിധാനം? എവിടെയാണ് കൃഷിഭവൻ? ഇത്തരം ഇടപെടലുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട സംവിധാനങ്ങൾ മൗനം പൂണ്ടിരിക്കുന്നതിന് പിന്നിലെന്ത് എന്നുള്ള കാര്യവും ഇവിടെ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ SI MV ജോയിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടാണ് അവർ അവിടെ നിന്നും പിരിഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഈ കാണുന്ന ഈ തണ്ണീർത്തടത്തിലാണ് ഇതുപോലെ മണ്ണടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ പോരുന്ന വഴി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പോകുന്ന വഴിയുടെ തൊട്ടടുത്ത് ഒരു കനാൽ പോകുന്നുണ്ട്. ആ കനാലിൻ്റെ സൈഡ് കെട്ടിച്ചതാണ്. ഇതിലൂടെ ഈ മണ്ണടിക്കുന്ന ഈ വാഹനങ്ങൾ പോയി അതിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞത് കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ നടന്നു പോകാനായിട്ടൊരു പാതയാണ് ഉദ്ദേശിക്കുന്നത്. ഇവർ ഇവിടെ മതിൽ കെട്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കി നോക്കിയാൽ അതിലൂടെ ആർക്കാണ് ഇനി നടന്നു പോകാൻ സാധിക്കുക? അതിലൂടെ എന്തെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംഗതികൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും മതിൽ കെട്ടാനോ മറ്റു കാര്യങ്ങൾക്കോ പാടുള്ളതല്ല തണ്ണീർത്തട മേഖലകൾ. അവിടെയാണ് ഇതൊക്കെ ഈ ഗോഷ്ഠികൾ കാണിച്ചു വെച്ചിട്ടുള്ളത്.
അതുമാത്രമല്ല ഇത്രമാത്രം മണ്ണ് കൊണ്ട് അടിക്കണമെങ്കിൽ ഇതെന്ന് തുടങ്ങിയ പരിപാടിയാണ്. എന്തായിരുന്നാലും ഈ സ്ഥല ഉടമയും ഇവിടേക്ക് മണ്ണടിച്ചവരും നിങ്ങൾ ചെയ്യുന്നത് ജനദ്രോഹപരമായ നടപടികളാണ്. ഈ പാവപ്പെട്ട വീട്ടമ്മമാരുടെ വയോധികരായ കണ്ണിലെ കൃഷ്ണമണിക്കുള്ളിൽ ആശങ്കയുടെ നക്ഷത്രങ്ങൾ മിന്നിമറയുന്ന ഈ പാവപ്പെട്ടവരുടെ നിലവിളികൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. നന്ദി, നമസ്കാരം. വന്നന്ന് രാത്രിയാണ് അവർ വണ്ടിയിൽ നിന്ന് മണ്ണ് ഇവിടെ എടുത്തപ്പോൾ ഞാൻ എന്നിട്ട് വന്ന് ടോർച്ചടിച്ചു. ടോർച്ചടിച്ച് കഴിഞ്ഞപ്പോൾ അവർ വണ്ടി നിർത്തി. പിന്നെ ടോർച്ചടിക്കാണ്ടാവുമ്പോൾ അവർ വണ്ടി എടുത്ത് മണ്ണെടുക്കും. അങ്ങനെ അവർ ഇവിടെ വന്ന് വിവരം പറഞ്ഞ. ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് ഈ പരിപാടി? ഇത് ഞാൻ 2 മാസത്തിലധികമായി. അതിൻ്റെ രാത്രി 11 മണിക്ക് ശേഷം വെളുപ്പിന് 4 മണി വരെയാണ് മണ്ണ് അടിക്കണതും നികത്തണതും ഇവിടെ നിന്ന് എടുക്കണതും എന്നാണ് അറിയാൻ കഴിഞ്ഞേക്കുന്നത്. വെളുപ്പിന് തുടങ്ങി മണ്ണെടുത്ത് കഴിഞ്ഞപ്പോൾ മുകളിലുള്ള ശാന്ത ചേച്ചി എൻ്റെ വീട് ഇടിഞ്ഞു എന്നും പറഞ്ഞ് വിളിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ ഈ ഇവിടേക്ക് എത്തിച്ചേർന്നേക്കണത്. അപ്പം അടിയന്തരമായിട്ട് ഇതിനകത്തൊരു നടപടി എടുത്ത് ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 വർഷം മുമ്പാന്ന് തോന്നണം പാടം നികത്തിയിട്ട് മണ്ണ് അത് ഈ പറമ്പിൽ നിന്നല്ല, വേറെ എവിടെ നിന്നോ കൊണ്ടുവന്ന് പാടം നികത്തിയിട്ടുണ്ട്. പാടം നികത്തിയതിൻ്റെ പരാതി പോയിട്ട് അതിന് ഫൈൻ അടപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാടത്തിൻ്റെ വരുമ്പ് അടക്കം കെട്ടി നികത്തി അവിടെയും പറമ്പാക്കിയേക്കണ ഒരു അവസ്ഥയാണ് കാണാനായിട്ട് സാധിച്ചേക്കണത്. പല രീതിയിലും പല ആളുകളിൽ നിന്ന് പരാതി ഉണ്ടായിട്ടുണ്ട്. ആ പരാതിയൊക്കെ നമ്മൾ സമയാസമയങ്ങളിൽ അവരെ വിളിച്ച് അറിയിച്ചിട്ടുമുണ്ട്. 15ഓളം വീടുകൾ മുകളിലുണ്ട്. ആ വീടുകൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴും എന്നുള്ളൊരു പേടി ഭയം ഇപ്പോഴാണ് ഇവർക്കൊക്കെ തന്നെ വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അങ്ങനെ വീടുകൾ ഒന്നിച്ച് ഇടിഞ്ഞു വീഴാം. ഈ വെള്ളം ഇതൊന്നിച്ച് പൊട്ടി ഇവിടുന്ന് താഴേക്ക് പോയി താഴെയുള്ള വീടുകൾ ബാധിക്കാം. അപ്പോൾ അങ്ങനെ വലിയൊരു വിഷയമാണ്.